വിശദമായി നോക്കാം. യാക്കോബായ സഭയ്ക്ക് പുതിയ ഇടയൻ. Truly earned the crown of victory and blessings. യാക്കോബായ സഭയുടെ പുതിയ ശ്രേഷ്ഠ കത്തോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയസിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് പുരോഗമിക്കുകയാണ്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ സെന്റ് മേരീസ് പാത്രിയാർക്ക കത്തീഡ്രലിലാണ് ചടങ്ങ് നടക്കുന്നത്. സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുകയാണ്. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. And the Gospel's witness may remain strong in that beloved land. The unity of hearts and the joint efforts between shepherds and the flock are the key to accomplishing the Lord's purpose for His church. We encourage all of them to unite their efforts and with the entire Indian society, known for its rich culture, tolerance, and harmony, to contribute to the advancements of that great country of India, which is led today by a wise leadership. In conclusion, we thank the Lord God for His abundant blessings that He has showered upon us. We thank Him for enabling us to witness this historic day on the journey of our church. We humbly beseech Him to accompany the new Mafriono Catholicos in His ministry and to bless the church in India and everywhere. We ask Him to grant us the wisdom from above and renewed strength to continue our noble mission of spreading love and truth. May the name of the Lord be forever blessed, and to Him be all glory forever and ever. Amen. Now we are going to start the service of the consecration and installation of the new Catholicos. യാക്കോബായ സഭയുടെ പുതിയ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ ആരംഭിച്ചു. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ അച്ചാനയിലെ സിറിയൻ ഓർത്തഡോക്സ് സഭാ കേന്ദ്രമായ പാത്രിയാർക്ക സെന്ററിനോട് ചേർന്നുള്ള സെന്റ് മേരീസ് പാത്രിയാർക്ക കത്തീഡ്രലിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ബസേലിയോസ് ജോസഫ് എന്ന പേരിലാണ് പുതിയ കാതോലിക്ക സ്ഥാനമേൽക്കുന്നത്. പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയാണ് സ്ഥാനാരോഹണ ശുശ്രൂഷ നിർവഹിക്കുന്നത്. സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ മറ്റ് മെത്രാപ്പൊലീത്തന്മാർ സഹകാർമ്മികരാകും. ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔനു പ്രതിനിധിയായി പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സഭയുടെ ആഗോള സിനഡ് നാളെ അവിടെ ചേരുകയും ചെയ്യും. കേരളത്തിൽ നിന്നുള്ളവരും പ്രവാസികളുമായി ധാരാളം മലയാളികളും ചടങ്ങിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവ, മാർത്തോമാ സഭയുടെ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തുടങ്ങിയവരും ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധി സംഘവും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വത്തിക്കാനിൽ നിന്ന് കത്തോലിക്ക സഭയുടേതടക്കം ഇതര സഭകളുടെ പ്രതിനിധികളും പങ്കെടുക്കും. ഇപ്പോൾ ചടങ്ങുകൾ നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്ഥാനാരോഹണ ശുശ്രൂഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. KP അഭിലാഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. അഭിലാഷ്, സഭയെ സംബന്ധിച്ച അഭിമാനത്തിന്റെ സന്തോഷത്തിന്റെ മുഹൂർത്തമാണ് നടന്നു പോകുന്നത്. വിശ്വാസി സമൂഹം മുഴുവൻ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ് സ്ഥാനാരോഹണ ചടങ്ങിനായി. വിവരങ്ങൾ ഭവ്യ. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറാൻ മോർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സഭാ വിശ്വാസികൾ ആയിട്ടുള്ള നൂറുകണക്കിന് ആളുകൾക്ക് പുറമെ സഭാ അധ്യക്ഷന്മാർ, ഒപ്പം ഇതര സഭകളിലെ പുരോഹിത ഉൾപ്പെടെ ഉള്ളവർ ആണ് ഈ ചടങ്ങിന് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള അച്ചാനയിലെ പാത്രിയാർക്കീസ് അരമനയോട് ചേർന്നിട്ടുള്ള സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് പാത്രിയാർക്ക കത്തീഡ്രലിൽ ആണ് ഈ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ചടങ്ങ് ആരംഭിച്ചപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, അതോടൊപ്പം തന്നെ കേരളത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടും രാജ്യത്തിന്റെ നേട്ടങ്ങളടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പേരുകൾ അടക്കം എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സഭയുടെ ഈ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചത്. രാജ്യത്തിന്റെ പ്രതിനിധികൾ എന്ന
നിലയിലുള്ള കേന്ദ്രമന്ത്രി അടങ്ങുന്ന സംഘവും ഒപ്പം കേരളത്തിന്റെ പ്രതിനിധികൾ എന്ന നിലയിൽ പി രാജീവ് ഉൾപ്പെടെ മന്ത്രി അടങ്ങുന്ന ഒരു സംഘവും അവിടെ എത്തിയിട്ടുണ്ട്. ഈ സംഘത്തെ അയച്ചതിന് സംസ്ഥാനത്തോടും ഒപ്പം കേന്ദ്രത്തോടുമുള്ള നന്ദിയും അറിയിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഇനി ചടങ്ങുകളിലേക്ക് വരുമ്പോൾ ഈ പൗരാണിക വിശ്വാസ ആചാരങ്ങളോട് കൂടിയിട്ടുള്ള ചടങ്ങുകൾ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട സ്ഥാനാരോഹണ ചടങ്ങിന് അതിൻ്റെതായ ചില കർമ്മങ്ങൾ കൂടിയുണ്ട്. ആ കർമ്മങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇതിൽ തന്നെ പരിശുദ്ധ പാത്രിയാർക്കീസിനോടും പരിശുദ്ധ സിംഹാസനത്തോടുമുള്ള ഭക്തിയും ബഹുമാനവും വിധേയത്വവും ചുമതല ഏൽക്കുന്ന ആളിന് ഉണ്ടാകും എന്നുള്ളതാണ്. അതൊരു ഉടമ്പടിയായാണ്, അതായത് ഈ ചടങ്ങിന്റെ ഭാഗമായി ശൽമോസ എന്നാണ് അതിന് പറയുക. ഇങ്ങനെയൊരു ഉടമ്പടി ആണ് നൽകുന്നത്. ഈ ഉടമ്പടി പ്രകാരം ഈ കാർമ്മികത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രേഷ്ഠഭാവിയായി മാറുന്നത് മുതൽ ആ പ്രവർത്തന മേഖലയിൽ താൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന ഉടമ്പടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മക്തബയ്ക്ക് ഭക്തർക്ക്, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നൂറുകണക്കിന് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് അഭിമുഖമായി ഒരു പ്രത്യേക ഇരിപ്പിടം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഇരിപ്പിടത്തിലേക്ക് ആണ് ഭാവിയെ ആനയിക്കുന്നത്. അങ്ങനെ ആ ഇരിപ്പിടത്തിൽ ഇരുത്തി അംശവടി ഉൾപ്പെടെയുള്ള അധികാര ചിഹ്നങ്ങളടക്കം കൈമാറിക്കൊണ്ടുള്ള ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്.